ആണ് ഡിജിറ്റൽ പേപ്പർ. ഈ ഡിജിറ്റൽ പേപ്പറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫുള്ളായിട്ടും കളറാണ് ഇവിടെ അവൈലബിൾ. ഇതുപോലെ ഫുൾ കളറിലാണ് ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഡിജിറ്റലാണ്. ഇന്നെല്ലാം ട്രെൻഡായ ബാഗുകളാണ് ആളുകൾക്ക് ആവശ്യം. ഈ ട്രെൻഡായ ബാഗുകൾ ഇന്ന് ക്വാളിറ്റി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഓർഡറുകൾ വരും. ഇത് കുറച്ച് ക്വാളിറ്റി ആയിട്ടും കിട്ടും. അപ്പോൾ ഇത് ഹോൾസെയിലായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ 1000 ബാഗ് മിനിമം ഓർഡർ ഉണ്ടായിരിക്കണം. ഡിജിറ്റൽ പ്രിൻറ്റിങ് അവിടെ കൊണ്ടുപോയി പ്രിന്റ് ഷീറ്റായിട്ട് അടിച്ച് കിട്ടും. ആ ഷീറ്റ് അടിച്ച് കൊണ്ടുവന്നതിനെ മെഷീനിലിട്ട് ബാഗാക്കി കൊടുക്കാം. അതാണ് പ്രിന്റിംഗ് പ്രസ്സിനെ സമീപിക്കണം. അതുള്ളായിട്ട് കളറാണ്. ഇത് ഗ്രീൻ കളറിലാണ് കാണുന്നത്. ഇതൊരിക്കലും നമുക്ക് പേപ്പർ വാങ്ങിക്കാൻ കിട്ടില്ല. ഓൺലി കിട്ടുന്ന ഷീറ്റുകൾ വൈറ്റ് ആയിരിക്കും, പ്യുവർ വൈറ്റ് പ്രിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ കളർഫുൾ ആയിരിക്കും. വൈറ്റ് പേപ്പറിൽ നമ്മൾ കളർ പ്രിന്റ് അടിക്കും. അതിന് പറയുന്നത് ഡിജിറ്റൽ. ഇത്രയും വലിയൊരു ഷീറ്റാണ് നമ്മൾ ഒരു പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇതിനെ നിവർത്തി ഒരു ഷീറ്റിൽ പ്രിന്റ് ചെയ്തിട്ട് വേണം ബാഗ് ആക്കാൻ. അതായത് ബാഗ് ആക്കിയതിന് ശേഷം ഒരിക്കലും പ്രിന്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ പേപ്പറിന്റെ പ്രത്യേകത എന്താ? ഡിജിറ്റലൈസ്ഡ് ആണ്, കളർഫുൾ ആണ്. പറയുന്ന ലോഗോ, ബ്രാൻഡിങ് അവരുടേതായ രീതിയിൽ തന്നെ ചെയ്യാം.